സിനിമാ ടാക്കീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാളികപ്പുറം എന്ന ചിത്രത്തിന് ശേഷം അഭിലാഷ് പിള്ള സ്ക്രിപ്റ്റ് എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രം സുമതി വളവ്. എനിക്ക് ഈ സിനിമയുടെ ഒന്നും പറയാൻ പാടില്ല. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആഗ്രഹമാണല്ലോ, പക്ഷെ നടക്കില്ല. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമൻ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് രജിൻ രാജ്. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുരളി കുന്നപ്പള്ളി, ഗോകുലം ഗോപാലനും ചേർന്നാണ്. ഗോകുലം ഗോപാലൻ തന്നെയാണ് ഈ ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ, ഷൈജു കുറുപ്പ്, മാളവിക മനോജ്, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ജയകൃഷ്ണനും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതനും ഈ ചിത്രത്തിൽ ഒരു റോൾ ചെയ്യുന്നുണ്ട്. അപ്പു എന്ന കഥാപാത്രത്തെയാണ് അർജുൻ അശോകൻ അവതരിപ്പിക്കുന്നത്. പുള്ളി ഒരു കാസറ്റ് കട നടത്തുന്ന ഒരു മലയാളിയായിട്ടാണ്. ഷൈജു കുറുപ്പ് ഹരി എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ട് എത്തുന്നു. ജയകൃഷ്ണനും അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഗോകുൽ സുരേഷ് മഹേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു, ഒരു പട്ടാളക്കാരനാണ്. ബാലു വർഗീസ് അമ്പാടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മാളവികയാണ് നായിക എന്ന് പറഞ്ഞിരുന്നു, അത് ഭാമ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. കൊല്ലേരി എന്ന ഗ്രാമത്തിന്റെ കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. രാത്രിയിൽ 8 മണി കഴിഞ്ഞാല് അവിടെ ആരും പുറത്തിറങ്ങാറില്ല. കാരണം ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ ഒരു വളവുണ്ട്, അവിടെ സുമതി എന്ന യക്ഷിയുണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. അതുകൊണ്ട് ആ യക്ഷിയുടെ പേര് സുമതി എന്നാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിന് സുമതി വളവ് എന്ന പേര് ഇട്ടിരിക്കുന്നത്. പല കഥകൾ ഈ യക്ഷിയെ കുറിച്ച് നാട്ടുകാർ പറയുന്നുണ്ട്. 95-98 കാലഘട്ടമാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പു, ചെമ്പൻ, ശക്തി, അമ്പാടി തുടങ്ങിയവരുടെ കൂട്ടുകെട്ട് ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അവർ ഏതിനും പോകുന്ന കൂട്ടരാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, ഹൊററും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സംവിധായകൻ വേറൊരു ട്രീറ്റ്മെന്റ് ആണ് പരീക്ഷിച്ചത്. അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഈ ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഒരു ഗാനമുണ്ട്, അത് നന്നായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പാട്ടുകൾ ഇത്രയും ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് എനിക്ക് തോന്നിയത്. അത് ചെറിയ ഒരു ലാഗ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൽ അഭിനയിച്ച നടന്മാര് അവരുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ബെഞ്ചമിൻ എന്ന പോലീസുകാരൻ അടിപൊളിയായിരുന്നു. അതുപോലെ ഈ ചിത്രത്തിലെ സൗണ്ട് എഫക്ട്സ് വളരെ നന്നായിരുന്നു. മികച്ച രീതിയിൽ തന്നെയാണ് സൗണ്ട് എഫക്ട്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ചിത്രം ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു ചിത്രം കൂടിയാണിത്. ഇതൊരു വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കണ്ടത് തൃപ്പൂണിത്തുറ ഓൾഡ് സെൻട്രൽ ടാക്കീസിൽ ആണ്, പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള. ഓൾമോസ്റ്റ് ഫുൾ ഹൗസ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.